10 മണിയോടുകൂടി INS സൂറത്ത് ഇതിലെ രക്ഷപ്പെട്ട 18 പേരുമായി മംഗലാപുരം പോർട്ടിലേക്ക് തുറമുഖത്തേക്ക് എത്തുമെന്നുള്ള വിവരമായിരുന്നു നേരത്തെ ലഭ്യമായിക്കൊണ്ടിരുന്നത്. 10 മണിക്ക് തന്നെ എത്തിച്ചേരുമോ? അവിടെയുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? എത്തിയാൽ ഉടൻ തന്നെ പൊള്ളൽ ഉൾപ്പെടെ ഏറ്റിട്ടുണ്ട്. ഒരാളുടെ നില ഗുരുതരമാണെന്നുള്ള റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ, ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ട സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്? അക്ഷയ, തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ 10 മണിയോടുകൂടി മംഗലാപുരത്തേക്ക് INS സൂറത്ത് ഈ 18 പേരെയും കൊണ്ട് അങ്ങോട്ടേക്ക് എത്തുമെന്ന വിവരം തന്നെയാണ് ഔദ്യോഗികമായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അവിടെ, അതായത് ഈ INS സൂറത്തിലേക്ക് ഈ 18 പേരെ കയറ്റിയതിനു ശേഷം, അതിലേക്ക് മാറ്റിയതിനു ശേഷം തന്നെ ഈ കപ്പലിൽ വെച്ച് തന്നെ അവർക്ക് വേണ്ട വിധത്തിലുള്ള പ്രാഥമികമായ ചികിത്സയും കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ നൽകിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നൽകാവുന്ന ചികിത്സകളൊക്കെ നൽകി എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. മംഗലാപുരത്തേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ആശുപത്രികളിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ, ആംബുലൻസ്, തുറമുഖത്ത് തന്നെ ആംബുലൻസുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ബേപ്പൂർ തുറമുഖത്തേക്ക് ഒരു പക്ഷേ ഈ ബേപ്പൂർ തുറമുഖത്തേക്ക് എത്തിക്കും എന്നൊരു വിവരം വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെയും ആ രീതിയിലുള്ള ആംബുലൻസും കാര്യങ്ങളും ഒക്കെ വളരെ നേരത്തെ തന്നെ സജ്ജമാക്കിയിരുന്നു. അതേപോലെ തന്നെ മംഗലാപുരത്തും ഇപ്പോൾ കൊണ്ടുപോകേണ്ട ആംബുലൻസ്, മറ്റു പ്രാഥമികമായി നൽകേണ്ട ചികിത്സ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ സജ്ജമാണ്. 10 മണി കൂടിപ്പോയാൽ ഒരു 10:15 കൂടി മംഗലാപുരം തുറമുഖത്തേക്ക് തീർച്ചയായിട്ടും ഈ INS സൂറത്ത് 18 പേരെയും കൊണ്ടെത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവസാനമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്ന് നേരത്തെ തന്നെ വിവരം പുറത്തു വന്നിരുന്നു. അവർക്ക് മറ്റു പ്രധാനപ്പെട്ട ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കൊക്കെ ഒരു പക്ഷേ മാറ്റേണ്ടി വരും. ആ രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യാൻ തന്നെയാണ് നീക്കം. അതോടൊപ്പം തന്നെ 4 പേരെ കാണാതായ വിവരം നമ്മൾ ഉച്ച മുതലേ 4 പേരെ കാണാനില്ല എന്ന വാർത്ത പുറത്തു വന്നതാണ്. അവർക്ക് വേണ്ടിയിട്ട് കോസ്റ്റ് ഗാർഡും നേവിയും വളരെ ഊർജിതമായ തിരച്ചിലും ഇപ്പോൾ നടത്തുന്നുണ്ട്. അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം കാലാവസ്ഥയിലൊന്നും വലിയ പ്രശ്നമില്ല. കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ തിരച്ചിൽ ഊർജിതമായി നടത്തുന്നു. ഒരുപക്ഷെ ആ തിരച്ചിൽ ഫലം കണ്ടേക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അതെല്ലാം ഇനി സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ്. കാരണം നേവിയും കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെയുള്ള സംഘമാണ് അവിടെ പരിശോധന നടത്തി വരുന്നത്. ഇത് ഒരു പക്ഷേ ബേപ്പൂർ തുറമുഖത്തേക്കാണോ അതല്ലെങ്കിൽ മംഗലാപുരത്തേക്കാണോ എന്നൊരു സംശയത്തിൽ നിന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ കപ്പൽ നേരത്തെ വിഷ്ണു പ്രകാശൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കപ്പൽ കടലിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീ നിയന്ത്രിക്കാനാവാത്ത വിധം തീ ആളിപ്പടരുന്ന സമയത്ത് പോലും കപ്പൽ കടലിലൂടെ തന്നെ നീങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു പക്ഷേ ഇതിൻ്റെ ദൂരവും മംഗലാപുരത്തേക്കും ബേപ്പൂരിലേക്കുമൊക്കെ ഉള്ള ദൂരം നോക്കിയപ്പോൾ ഒരു പക്ഷേ മംഗലാപുരത്തേക്ക് കുറച്ചുകൂടെ വേഗത്തിൽ എത്താൻ സാധിക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ് എന്നാൽ മംഗലാപുരം തുറമുഖത്തിലേക്ക് പോകാം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും 10 മണി 10:15 കൂടി അങ്ങോട്ടേക്ക് എത്തുകയും പൂർണ്ണമായ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും. അക്ഷയ, ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.